മുക്കം തോട്ടിൻകടവ് CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറി EK രാജൻ കോൺഗ്രസിൽ ചേർന്നു. UDF വേദിയിലെത്തിയ EK രാജനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഇന്നലെ രാജന്റെ വീട്ടിലെത്തി കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരുന്നു. 12 വർഷക്കാലം CPIM ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു രാജൻ. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ കുറ്റ്യാടിയിൽ നടന്ന സ്വീകരണ പരിപാടിക്കിടെ സ്റ്റേജിൽ നടന്ന തർക്കവുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. കുറ്റ്യാടിയിൽ ജാഥയ്ക്കിടെ ഉണ്ടായ നിസ്സാര കാര്യങ്ങൾ ഊതിപ്പരിപ്പിക്കുകയാണെന്നും ഈ പ്രചരണത്തിന് പിന്നിൽ ജാഥ കണ്ട അസൂയ പൂണ്ടവരാണെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. സമയം വൈകിയതുകൊണ്ട് തന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ പറഞ്ഞത് ഷാഫി പറമ്പിൽ MP ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണുവെന്ന തരത്തിൽ ചിലർ വാർത്തകൾ പ്രചരിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അധ്യക്ഷൻ ഷാഫി പറമ്പിലിനെ പ്രസംഗിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. സമയം വൈകിയതിനാൽ പ്രസംഗിക്കുന്നില്ലെന്ന് ഷാഫി പറഞ്ഞുവെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. അതേസമയം പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ പുതുയുഗ യാത്ര മാറ്റിവെക്കേണ്ട ആവശ്യം എന്താണെന്നും LDF എന്തിനാണ് യാത്ര മാറ്റിവെച്ചതെന്ന് അവർ പറയണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പണിമുടക്കിന്റെ കാരണങ്ങളോട് കോൺഗ്രസിന് പൂർണ്ണ പിന്തുണയുണ്ട്. യാത്രയിൽ ഈ വിഷയങ്ങളും ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ദേശീയ കേരളത്തിൽ മാത്രമാണ് പണിമുടക്ക് ഹർത്താലാകുന്നത്. അത് നല്ലതാണോ എന്ന് ചർച്ച ചെയ്യണം. കാലഹരണപ്പെട്ട പലതും മാറ്റണമെന്നാണ് തങ്ങളുടെ അഭിപ്രായം. പണിമുടക്ക് എന്തിനാണ് എന്ന് ജനങ്ങൾക്കറിയില്ല. കാര്യമായ പ്രചരണം പോലും നടന്നിട്ടില്ല. യാത്രയിൽ എന്തിനാണ് പണിമുടക്കെന്ന് പറയുമെന്നും VD സതീശൻ പറഞ്ഞു. DA തൊഴിലാളികളുടെ അവകാശമല്ലെന്ന് പറയുന്ന CPM സർക്കാരാണ് വലതുപക്ഷമെന്നും VD സതീശൻ പറഞ്ഞു. UDFന്റെ ഹെൽത്ത് കമ്മീഷൻ റിപ്പോർട്ടും VD സതീശൻ പുറത്തുവിട്ടു. കേരളത്തിലെ ആരോഗ്യ മേഖലയെ UDF ശക്തിപ്പെടുത്തും. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് നടപ്പിലാക്കും. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും ഏകോപിപ്പിക്കും. ആദിവാസി തീരമേഖലകളിൽ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതി നടപ്പാക്കും. കാരുണ്യ ഫാർമസി പുനരാവിഷ്കരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു.